Assalamualaikum warahmatullahi. ESAlanguagehubന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ സ്പാനിഷ് പഠിക്കുന്നത്? അറബിയും ഇംഗ്ലീഷൊക്കെ പൊതുവെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് എന്താണ് അതിന്റെ ഉപയോഗം എന്ന് നമ്മളെ കുറെ ആളുകളൊക്കെ അതിൽ ബോധവാന്മാരാണ്. പക്ഷെ സ്പാനിഷ് എന്തിനാ പഠിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. സ്പാനിഷിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാളും പ്രാധാന്യം ചിലപ്പോൾ സ്പാനിഷിന് നമുക്ക് കിട്ടാൻ സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. എനിക്കറിയുന്ന ആളുകളുണ്ട് സ്പാനിഷ് ടീച്ച് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ മലയാളികൾ തന്നെ. കേരളത്തിലെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ 1,00,000 രൂപയ്ക്ക് 1,00,000 രൂപ സാലറി വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഇന്റർനാഷണൽ സ്കൂളുകളിലുണ്ട്. അപ്പോൾ ഈ ഇന്റർനാഷണൽ സ്കൂളുകളൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കും. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന് പുറത്തു പോകുമ്പോൾ സ്പാനിഷ് സംസാരിക്കുന്ന രാഷ്ട്രങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അതറിയാൻ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ അക്കാഡമിക് തലത്തിൽ സ്പാനിഷിന് വലിയ പ്രാധാന്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ട്രാൻസ്ലേഷൻ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സ്പാനിഷ് വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം ഇംഗ്ലീഷും അറബിയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ സ്പാനിഷ് അറിയണമെന്നില്ല. ഈ മൂന്നും ഭാഷയും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു വിസ്ഫോടനം തന്നെ ലാംഗ്വേജിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇത്തരം ട്രാൻസ്ലേഷനും അക്കാഡമിക് രംഗത്തൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ആ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ചെറിയ ഒരു വിശകലനത്തിൽ നിന്ന് അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഫ്രേസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. വാട്ട്സ് ഹാപ്പനിങ് ദേർ? വാട്ട്സ് ഹാപ്പനിങ് ദേർ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന രൂപത്തിൽ നമ്മൾ ചോദിക്കും. വാട്ട് ഈസ് എന്നാണ് അത്. നമ്മൾ ഈസ്, വാട്ട് ഈസ് എന്നുള്ള കൺട്രാക്ഷൻ ചെയ്തിട്ടാണ് വാട്ട്സ് എന്ന് ചോദിക്കുന്നത്. വാട്ട്സ് ഹാപ്പനിങ് ദേർ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കും. അതിനെ സ്പാനിഷിൽ നമുക്ക് ചോദിക്കാൻ പറ്റും, ¿Qué pasa? ¿Qué pasa? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് രണ്ട് ഭാഗത്ത് വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ആണ് നമ്മളെ സെന്റൻസ് എങ്കിൽ സ്പാനിഷിൽ അതിൻ്റെ ആദ്യത്തിലും ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. അതിങ്ങനെ തലതിരിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതിന് അറബിയിൽ എന്താ ചോദിക്കുക? മാദാ യഹ്ദുസു? മാദാ യഹ്ദുസു? മാദാ യഹ്ദുസു? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പദങ്ങൾ. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് അവിടെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയും നത്തിങ്. നത്തിങ്. ഇംഗ്ലീഷിൽ ആ THന്റെ ഉച്ചാരണം ശരിക്കും ശ്രദ്ധിക്കുക. അവിടെ പ്രൊനൗൺസിയേഷൻ അറബിയിൽ സാ എങ്ങനെയാണോ ഉച്ചരിക്കുക അതുപോലെയാണ് TH കൂടി വന്നാൽ ഇംഗ്ലീഷിൽ ഉച്ചരിക്കുക. നത്തിങ് എന്ന് പ്രയോഗിക്കുക. അത് അങ്ങനെ കഴിയുന്ന ആളുകൾ അങ്ങനെ പ്രയോഗിക്കുക, അല്ലെങ്കിൽ നോർമലായിട്ട് കാര്യങ്ങൾ പഠിക്കാം. നത്തിങ് എന്നുള്ളത് എങ്ങനെയാണ് സ്പാനിഷ് പ്രയോഗിക്കുക? നമ്മൾ നേരത്തെ തുടക്കം ഫസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ നത്തിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കാം. നാദ, 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 ഇത്രയേ ഉള്ളൂ. അതിന് അറബിയിൽ പറയും ലാഷേ. ഒന്നുമില്ല, ലാഷേ. ഇനി ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ സ്പാനിഷ് ആണെങ്കിൽ ഇത്, അല്ലെങ്കിൽ അറബി, ഇതിലൊക്കെ എന്തെങ്കിലും പദങ്ങളിൽ ഡൗട്ട്സ് വന്നാൽ നമ്മൾ തൊട്ടടുത്ത ആളോട് ചോദിക്കും, ഇതിനെന്താ സ്പാനിഷിൽ പറയാ, അല്ലെങ്കിൽ ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. നമുക്കിവിടെ ചോദിക്കാം, ഈ ഒരു സംഗതിക്ക് എന്താണ് സ്പാനിഷിൽ പറയാ എന്ന് ഒരാളോട് നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഹൗ ഡു യു സേ ഇൻ സ്പാനിഷ്? ഹൗ ഡു യു സേ ഇൻ സ്പാനിഷ്? അവിടെ ഡാഷ് ഇട്ട് കണ്ടിട്ടുണ്ടാവും. അവിടെ എന്താണോ നമുക്ക് ചോദിക്കേണ്ടത്. ഇപ്പോൾ ചാടുക എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹൗ ഡു യു സേ ഇൻ സ്പാനിഷ് ജമ്പിങ്?
ജമ്പിങ് എങ്ങനെയാണ് സ്പാനിഷിൽ പറയാം? ഓക്കെ, അതിൻ്റെ സ്പാനിഷ് നമുക്ക് പറയാൻ പറ്റും കോമോ സെ ദീസെ ഇൻ ഇസ്പാനിയോൾ. അപ്പൊ എങ്ങനെ കൂട്ടി വയ്ക്കും? കോമോ സെ ദീസെ ഇൻ ഇസ്പാനിയോൾ, കോമോ സെ ദീസെ ഇൻ ഇസ്പാനിയോൾ. അവിടെ എന്നിന്റെ മുകളിൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അറബിയിൽ മദ് ഇടുന്നത് പോലെയുള്ള ഒരു ചിഹ്നം അവിടെ കാണുന്നുണ്ട്. അത് ഞ്ഞോ എന്ന് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് രണ്ട് ഭാഗത്തും ഇട്ടിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതെങ്ങനെ അറബിയിൽ പറയാൻ പറ്റും? അറബിയിൽ കൈഫ തഖൂലു ബിൽ ഇസ്ബാനിയ, ഇസ്ബാനിയ എന്നാണ് സ്പാനിഷിന് അറബിയിൽ പറയാം. കൈഫ തഖൂലു ബിൽ ഇസ്ബാനിയ. ഓക്കെ, എങ്ങനെയാണ് ഇത് സ്പാനിഷിൽ പറയാം എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ഒരാളോട് നമുക്കൊരു സഹായം മറ്റൊരാളിൽ നിന്ന് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, ഒന്ന് സഹായിക്കോ? അതിന് ഇംഗ്ലീഷിൽ പറയും can you help me, ഒന്ന് സഹായിക്കോ, can you help me. ഇനി അതിന് സ്പാനിഷിൽ എന്താ പറയാം? puede ayudarme, puede ayudarme, puede ayudarme. ഇവിടെ y ആണുള്ളത്. അത് നമ്മൾ ഇങ്ങനെ പദങ്ങളിലേക്ക് വരുമ്പോൾ, സെന്റൻസുകളിലേക്ക് വരുമ്പോൾ മാറുന്ന ഒരു രീതി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ജു എന്നുള്ള ഉച്ചാരണമാണ് ഈ വൈക്ക് വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനി എന്താണ് ഇതിന് അറബിയിൽ പറയാ? ഹൽ തസ്തതിഉ മുസാഅദതി, ഹൽ തസ്തതിഉ മുസാഅദതി. ഇതിന് മറ്റൊരു രൂപത്തിലും അറബിയിൽ പറയും. തസ്തതിഉ എന്നുള്ളതിന് പകരമായിട്ട് യുംകിനു എന്ന് കൊടുത്താൽ മതി. ഹൽ യുംകിനു മുസാഅദതി, ഹൽ യുംകിനു മുസാഅദതി, എന്നെ ഒന്ന് സഹായിക്കോ, can you help me. ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ, ഈ 4 സെന്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.